എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ്, എനിക്ക് അവനിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് ഫുൾ ഫെയ്ത്ത് ഇൻ ഹിം. ഐ ഹാവ് ഫുൾ ഫെയ്ത്ത് ഇൻ ഹിം. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം. സോ എനിക്ക് അവനിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയാനാണ് ഐ ഹാവ് ഫുൾ ഫെയ്ത്ത് ഇൻ ഹിം. ഇനി അടുത്തത്, അവിടെ എന്താണ് നടക്കുന്നത്? അതെങ്ങനെ പറയും? വാട്ട്സ് ഗോയിങ് ഓൺ ദെയർ. വാട്ട്സ് ഗോയിങ് ഓൺ ദെയർ. ഗോയിങ് ഓൺ ദെയർ എന്ന് ചോദിച്ചാൽ അവിടെ സംഭവിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട്സ് ഗോയിങ് ഓൺ ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾ പൊട്ടിക്കരഞ്ഞു എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുന്നത്? ഷീ ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ്. ഷീ ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ അവൾ പൊട്ടിക്കരഞ്ഞു എന്നാണ് മീനിങ്. ബേഴ്സ്റ്റ് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങുക എന്നുള്ള മീനിങ് ആണ്. ഇനി അവൾ പൊട്ടിച്ചിരിച്ചു എന്ന് പറയണമെങ്കിലോ? പൊട്ടിച്ചിരിക്കുക എന്ന് പറയുന്നത് ബേഴ്സ്റ്റ് ഔട്ട് ലാഫിങ് എന്നാണ്. അപ്പോൾ ഷീ ബേഴ്സ്റ്റ് ഔട്ട് ലാഫിങ് എന്ന് പറഞ്ഞാൽ അവൾ പൊട്ടിച്ചിരിച്ചു എന്നാണ് മീനിങ്. ഷീ ബേഴ്സ്റ്റ് ഔട്ട് ലാഫിങ്. ബേഴ്സ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ തുടങ്ങുക എന്നുള്ള മീനിങ് ആണ്. സോ ഷീ ബേഴ്സ്റ്റ് ഔട്ട് ലാഫിങ് എന്ന് പറഞ്ഞാൽ അവൾ പൊട്ടിച്ചിരിച്ചു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എന്തിൻ്റെയെങ്കിലും വെയിറ്റ് നോക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ? ഇത് തൂക്കുക, അതായത് വെയിറ്റ് നോക്കാൻ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? വേ ദസ്. വേ ദസ്. വേ എന്ന് പറഞ്ഞാൽ തൂക്കുക എന്നുള്ള മീനിങ് ആണ്. സോ വേ ദിസ് എന്ന് പറഞ്ഞാൽ ഇത് തൂക്കുക എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എപ്പോഴാണ് നീ ഇത് വാങ്ങിയത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് യു ബൈ ദിസ്. വെൻ ഡിഡ് യു ബൈ ദിസ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. സോ നീ എപ്പോഴാണ് ഇത് വാങ്ങിയത് എന്ന് ചോദിക്കാനാണ് വെൻ ഡിഡ് യു ബൈ ദിസ്. ഇനി അടുത്തത്, എനിക്കെൻ്റെ വിശപ്പ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് ലോസ്റ്റ് മൈ ആപ്പറ്റൈറ്റ്. ഐ ഹാവ് ലോസ്റ്റ് മൈ ആപ്പറ്റൈറ്റ്. ആപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നാണ്. സോ എനിക്ക് വിശപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയാനാണ് ഐ ഹാവ് ലോസ്റ്റ് മൈ ആപ്പറ്റൈറ്റ്. ഇനി അടുത്തത്, പാല് പിരിഞ്ഞു പോയി എന്ന് പറയണം. അപ്പം പാല് പിരിഞ്ഞു പോവുക എന്ന് പറയാൻ നമുക്കൊന്നുകിൽ ദ മിൽക്ക് ഹാസ് ടേൺഡ് സവർ എന്ന് പറയാം. ദ മിൽക്ക് ഹാസ് ടേൺഡ് സവർ എന്ന് പറഞ്ഞാൽ പാല് പിരിഞ്ഞു പോയി എന്നാണ് മീനിങ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോ ഓഫ് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. അപ്പം ദ മിൽക്ക് ഹാസ് ഗോൺ ഓഫ് എന്ന് പറഞ്ഞാൽ പാല് കേടായി എന്ന് തന്നെയാണ് മീനിങ്. ദ മിൽക്ക് ഹാസ് ഗോൺ ഓഫ്. ഇനി അടുത്തത്, ഞാൻ നിസ്സഹായയാണ്. അതെങ്ങനെ പറയും? ഐ ആം ഹെൽപ്ലെസ്. ഐ ആം ഹെൽപ്ലെസ്. ഇനി അടുത്തത്, ഞാൻ ഞെട്ടി ഉണർന്നു എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുന്നത്? ഐ ജോൾട്ടഡ് അവേക്ക്. ഐ ജോൾട്ടഡ് അവേക്ക്. ജോൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടി എന്നുള്ള മീനിങ് ആണ്. അവേക്ക് എന്ന് പറഞ്ഞാൽ ഉണരുക. സോ ഞാൻ ഞെട്ടി ഉണർന്നു എന്ന് പറയാനാണ് ഐ ജോൾട്ടഡ് അവേക്ക്. ഇനി നമുക്ക് ഇങ്ങനെ പറയണം, കുഞ്ഞ് ഉറങ്ങുമ്പോൾ ഞെട്ടി അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കുഞ്ഞ് ഞെട്ടി എന്ന് പറയണം. അതെങ്ങനെ പറയും? ദ ബേബി ജോൾട്ടഡ് വൈൽ സ്ലീപ്പിംഗ്. ദ ബേബി ജോൾട്ടഡ് വൈൽ സ്ലീപ്പിംഗ്. വൈൽ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നുള്ള മീനിങ് ആണ്. സോ ദ ബേബി ജോൾട്ടഡ് വൈൽ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുമ്പോൾ ഞെട്ടി എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, നീ എന്തിനെക്കുറിച്ചാണ് പിറുപിറുക്കുന്നത് എന്ന് പറയണം. പിറുപിറുക്കുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് മർമർ എന്നാണ്. മർമർ. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് നീ പിറുപിറുക്കുന്നത് എന്ന് ചോദിക്കാൻ വാട്ട് ആർ യു മർമറിങ് അബൌട്ട്. വാട്ട് ആർ യു മർമറിങ് അബൌട്ട്. ഇനി അടുത്തത്, ഈ ഷൂസ് കുറച്ച് ടൈറ്റാണ് എന്ന് പറയണം. അതായത് ഒരല്പം ടൈറ്റാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ദീസ് ഷൂസ് ആർ എ ലിറ്റിൽ ബിറ്റ് ടൈറ്റ്. ദീസ് ഷൂസ് ആർ എ ലിറ്റിൽ ബിറ്റ് ടൈറ്റ്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറുക്കം എന്നുള്ള മീനിങ് ആണ്. എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരല്പം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ ഷൂസ് ഒരല്പം ടൈറ്റാണ് എന്ന് പറയാനാണ് ദീസ് ഷൂസ് ആർ എ ലിറ്റിൽ ബിറ്റ് ടൈറ്റ്. ഇനി അടുത്തത്, അവൻ പറയുന്നതിൽ കുറച്ച് സത്യമുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? There is some truth in what he says. There is some truth in what he says. What he says എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നതിൽ എന്നുള്ള മീനിങ് ആണ്.
സം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് സത്യം എന്നുള്ള മീനിങ് ആണ്. സോ ദർ ഈസ് സം ട്രൂത്ത് ഇൻ വാട്ട് ഹീ സേയ്സ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നതിൽ കുറച്ച് സത്യമുണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിനക്ക് എവിടെ നിന്നാണ് ഈ ആശയങ്ങൾ കിട്ടുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ഡു യു ഗെറ്റ് സച്ച് ഐഡിയാസ് ഫ്രം? വേർ ഡു യു ഗെറ്റ് സച്ച് ഐഡിയാസ് ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്ര ആശയങ്ങൾ കിട്ടുന്നത് എന്നാണ്. ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ. ഇനി അടുത്തത്, അതെല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് ഓൾ ഓവർ. ഇറ്റ്സ് ഓൾ ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ കഴിയുക എന്നുള്ള മീനിങ് ആണ്. സോ ഇറ്റ്സ് ഓൾ ഓവർ എന്ന് പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞു എന്നാണ് മീനിങ്. ഇനി എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? There is a time for everything. There is a time for everything. Everything എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ്. സോ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയാനാണ് there is a time for everything. ഇനി അടുത്തത്, നീ എന്തുകൊണ്ട് ആ ദിവസം വന്നില്ല എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? Why didn't you come that day? Why didn't you come that day? That day എന്ന് പറഞ്ഞാൽ ആ ദിവസം എന്നാണ്. വരുക എന്ന് പറയാൻ കം. സോ എന്തുകൊണ്ട് നീ വന്നില്ല എന്ന് ചോദിക്കുന്നത് വൈ ഡിഡിൻറ്റ് യു കം എന്നാണ്. വൈ ഡിഡിൻറ്റ് യു കം, എന്തുകൊണ്ട് നീ വന്നില്ല. സോ എന്തുകൊണ്ട് നീ ആ ദിവസം വന്നില്ല എന്ന് ചോദിക്കാൻ വൈ ഡിഡിൻറ്റ് യു കം ദാറ്റ് ഡേ. ഇനി അടുത്തത്, അവൻ എനിക്ക് എതിരാണ് എന്ന് പറയണം. അപ്പോൾ എതിരാണ് എന്ന് പറയാൻ എഗെയിൻസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹീ ഈസ് എഗെയിൻസ്റ്റ് മീ. ഹീ ഈസ് എഗെയിൻസ്റ്റ് മീ എന്ന് പറഞ്ഞാൽ അവൻ എനിക്കെതിരാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോരാടുന്നത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ റൈറ്റ്സ്. ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ റൈറ്റ്സ്. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ എന്നാണ്. ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോരാടുക. സോ ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് എന്നാണ് മീനിങ്. ഇനി നമ്മൾ ബസ്സിൽ വരിക, ട്രെയിനിൽ വരിക അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതിന് കം ബൈ കഴിഞ്ഞിട്ട് എന്താണോ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ബസ്സിൽ വരിക എന്ന് പറയാൻ കം ബൈ ബസ് എന്ന് പറയാം. ട്രെയിനിൽ വരിക എന്ന് പറയാൻ കം ബൈ ട്രെയിൻ എന്ന് പറയാം. പക്ഷേ കാൽനടയായി വരിക എന്ന് പറയണമെങ്കിൽ അവിടെ കം ഓൺ ഫുട്ട് എന്നാണ് പറയുന്നത്. കം ഓൺ ഫുട്ട് എന്ന് പറഞ്ഞാൽ കാൽനടയായി വരിക എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അനുദിനം ചൂട് കൂടി വരികയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഡേ ബൈ ഡേ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്തോറും, അനുദിനം എന്നുള്ള മീനിങ് ആണ്. ഗെറ്റിംഗ് ഹോട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂട് ആവുകയാണ് എന്നാണ് മീനിങ്. സോ ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഓരോ ദിവസവും ചൂട് കൂടിക്കൂടി വരികയാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ, ഇപ്പം ചിപ്സ്, ബിസ്ക്കറ്റ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കവർ പൊട്ടിച്ചിട്ട് അടച്ചു വെക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് തണുത്തു പോകും അല്ലേ. സോ അങ്ങനെ തണുത്തു പോകുക എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോഗി. സോഗി. അപ്പം ഇത് തണുത്തു പോയി എന്ന് പറയാൻ ദിസ് ഹാസ് ടേൺഡ് സോഗി എന്ന് പറയാം. ദിസ് ഹാസ് ടേൺഡ് സോഗി എന്ന് പറഞ്ഞാൽ ഇത് തണുത്തു പോയി എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ഭക്ഷണം വിളമ്പുക എന്ന് പറയത്തില്ലേ, വിളമ്പുക എന്ന് പറയാൻ സെർവ്. അപ്പം സെർവ് ദ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പുക എന്നുള്ള മീനിങ് ആണ്. സെർവ് ദ ഫുഡ്. ഇനി അടുത്തത്, കുട്ടികൾ ആരുടെ കൂടെയാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൂ ആർ ദ ചിൽഡ്രൻ വിത്ത്. ഹൂ ആർ ദ ചിൽഡ്രൻ വിത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആരുടെ കൂടെയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, 10ാം ക്ലാസ്സിന് ശേഷം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ഡസൻറ്റ് നോ വാട്ട് ടു ഡു ആഫ്റ്റർ ഹെർ 10th grade. ഷീ ഡസൻറ്റ് നോ വാട്ട് ടു ഡു ആഫ്റ്റർ ഹെർ 10th grade. ഷീ ഡസൻറ്റ് നോ എന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയില്ല എന്നാണ്. വാട്ട് ടു ഡു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്. ആഫ്റ്റർ ഹെർ 10th grade എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിന് ശേഷം. സോ 10ാം ക്ലാസ്സിന് ശേഷം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാനാണ് ഷീ ഡസൻറ്റ് നോ വാട്ട് ടു ഡു ആഫ്റ്റർ ഹെർ 10th grade. ഇനി അടുത്തത്, എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് എനി ക്വസ്റ്റ്യൻസ്. അതായത് എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഇനി എനിക്ക് കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? ഐ ഹാവ് നോ മോർ ക്വസ്റ്റ്യൻസ്. ഐ ഹാവ് നോ മോർ ക്വസ്റ്റ്യൻസ്. അതായത് എനിക്ക് കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല എന്നാണ് മീനിങ്. സോ
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.